നാം ഇന്ന് കാണുന്ന ഈ ലോകം മനുഷ്യവാസയോഗ്യമോ? കേരളത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായ കൊച്ചി ഒരു പുരാതന നഗരമാണ് എന്ന് പറയാം. ഒരുപക്ഷെ ലോകത്തിൽ ഒരിടത്തും ഇത്രയധികം വൈവിധ്യമുള്ള ജനത, സംസ്കാരമുള്ള ജനത, മതവിശ്വാസങ്ങളുള്ള ജനത ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഒരിടമുണ്ടാവില്ല. പ്രത്യേകിച്ചും പഴയ കൊച്ചി നമ്മൾ പറയുന്ന കൊച്ചി, മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും അതുപോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ, ജൂതന്മാർ അടക്കം ഇസ്ലാമിക മതവിശ്വാസികൾ ഒക്കെ അവിടെയുണ്ട്. അവിടെയൊക്കെ ആരാധനാലയങ്ങൾ. ആ പഴയ കൊച്ചി ഇപ്പോൾ മനുഷ്യവാസ യോഗ്യമല്ലാത്ത കൊച്ചിയായി എന്ന് ഞാൻ പറഞ്ഞാൽ കൊച്ചിക്കാരനായ എനിക്ക് തന്നെ അപമാനമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെറിയ മഴയ്ക്ക് പോലും കൊച്ചിയിൽ പ്രളയമുണ്ടാവുകയും കൊച്ചിയിലെ കൊതുക് എന്ന് പറയുന്ന കൊച്ചിയുടെ ഏറ്റവും പ്രധാന മുഖമുദ്രയായ കൊതുക് അങ്ങേയറ്റം വളരുകയും ചെയ്തത് ഇതുകൊണ്ടാണ്. കടലിൻ്റെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കൊച്ചി ഏത് നിമിഷവും മുങ്ങിപ്പോകാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പലരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ കടൽ മുങ്ങിക്കൂടെ 2100 കൊച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നവർ. ഇന്ന് ഞാൻ കാണുന്ന എൻ്റെ ഈ ലോകം നാളെ എന്നൊരു വാക്കിന് ജീവൻ കൊടുക്കുമോ? മനുഷ്യൻ്റെ ആർത്തിയിൽ ഓരോന്നും ഇന്നെനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവവായു പോലും. പക്ഷേ ചിലർ ഞാൻ മുരുകേശൻ. ഞാൻ എറണാകുളം വൈപ്പിൻ സ്വദേശിയാണ്. ഒരു പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുപ്പം മുതലേ തന്നെ ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലം വളരെ വെള്ളക്കെട്ടും അടുത്ത് കടലാണ്. അപ്പോൾ കടലാക്രമണവും നല്ല ശക്തമായിട്ടുള്ള കാറ്റും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കാറ്റും കാറ്റിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് നഴ്സറി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത് 2014 തുടങ്ങിയാണ്. ധാരാളം ചെടികൾ ഒരേ സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി നടാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നത്. ആ അവസരം ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം സോഷ്യൽ ഫോറസ്ട്രിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഏകദേശം ഞാൻ അവരെ കൂടി മാത്രം ഏതാണ്ട് 1,00,000 ചെടികളോളം അവർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുകയും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ട് നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 21 തുടങ്ങി സോഷ്യൽ ഫോറസ്ട്രി നേരിട്ട് ചെയ്യുന്നില്ല. പകരം ഞാൻ എൻ്റെ സ്വന്തം നിലക്കാണ് ഇപ്പോൾ 21 ചെയ്തത്. ഇപ്പോൾ 21 തന്നെ എന്നെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ കാണാൻ വരുന്നുണ്ട്.
അപ്പോൾ അവരാണ് എനിക്കിപ്പോൾ 1.5 വർഷമായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായവും ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള നഴ്സറിയൊക്കെ അവരുടെ സഹായത്താലാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. കൊച്ചി വൈപ്പിൻകായലിന്റെ തീരപ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന കണ്ടൽക്കാടുകളെല്ലാം TP മുരുകേശൻ എന്ന ഈ വ്യക്തിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം നഴ്സറിയിൽ അദ്ദേഹം തന്നെ വിളയിച്ചെടുത്ത വിത്തുകൾ. കണ്ടൽ വിളയിച്ചെടുക്കുന്നത് ഒരു ശ്രമകരമായ ജോലി തന്നെയാണ്. ആദ്യം തന്നെ മുളകൾ ശേഖരിച്ച് അതിനെ 8 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളാക്കി വെക്കുക. ആ മുളകളെ 2ആയി പകുത്ത് ഉണക്കി ആവശ്യമായ ചെടി ശേഖരിച്ച് അതിൽ നിറച്ചു വെക്കും. പിന്നീട് ഓരോ കൂടയും 4 ഇഞ്ച് ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ബെഡിൽ ചായച്ചു വെക്കും. പതിനഞ്ച് മുതൽ 20 ദിവസം കൊണ്ട് തന്നെ കണ്ടലിൽ മുള വന്നു തുടങ്ങും. 3 മുതൽ 4 മാസം പ്രായമുള്ള ഏകദേശം 3 അടി വരെ ഉയരമുള്ള കണ്ടൽ ചെടികളായിരിക്കും പിന്നീട് നടാൻ ഉപയോഗിക്കുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിരിക്കും ഈ കണ്ടൽ നടാനായി തിരഞ്ഞെടുക്കുക. ആ മാസത്തെ മഴയിൽ ഉപ്പിന്റെ അംശം കുറയുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഗവൺമെൻറ് തലത്തിൽ ഇതുവരെ അങ്ങനെ സഹായങ്ങൾ ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് ലഭിച്ചിട്ടുമില്ല. ഇവിടെ നമ്മുടെ സ്ഥലം MLAയും നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അങ്ങനെ വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള, ഇപ്പോൾ MP കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശിച്ചു ഇവിടെ ഒരു പരിപാടിയിൽ വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഒക്കെ ഞാനിവിടെ നഴ്സറി ഉണ്ടെന്നും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാനിതുവരെ അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ സർക്കാരിൻ്റെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ വരികയാണെങ്കിൽ, കണ്ടലായിട്ട് ബന്ധപ്പെട്ട് കണ്ടൽ വെച്ച് പിടിപ്പിക്കുന്ന എന്തെങ്കിലും സാധ്യതകൾ വരികയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു മിക്കവാറും നമ്മൾ അതിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മിഷ്ടി പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്ത് പുഴയുടെ തീരങ്ങളിലൊക്കെ കണ്ടൽ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് പല സ്ഥലത്തും വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തുകളിലേക്കൊക്കെ ഓരോ പഞ്ചായത്തും ലക്ഷക്കണക്കിന് കണ്ടൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അത് സർക്കാർ പ്രോസസ്സിങ് ആണല്ലോ. അപ്പോൾ അത് വരട്ടെ. അതിപ്പോൾ ഞാനല്ല, വേറെ ആരാണെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാകേണ്ടതാണ്, എല്ലാവരും ഉത്തരവാദിത്വമാണത്. അപ്പം അങ്ങനെ അത് ചെയ്യാവുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മത്സ്യലഭ്യത ഏറ്റവും കൂടുതൽ നിലനിർത്തുന്നത്, മത്സ്യത്തിൻ്റെ വിപണനം ലഭ്യത കൂടുതൽ നിലനിർത്തുന്നത് കണ്ടൽ ചെടികളിലൂടെയാണെന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കണ്ടലിൻ്റെ ഇലകളും കമ്പുകളും മറ്റും വീണ് അതിൻ്റെ ചോട്ടിൽ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു എന്താ പറയണത്, മത്സ്യങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ചെറിയ ജീവികൾ, കൃമികൾ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ തിന്നാൻ വേണ്ടി ചെറിയ മത്സ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ പ്രജനനം നടത്താൻ വേണ്ടി വലിയ മത്സ്യങ്ങൾ വരുന്നുണ്ട്, അവിടെ പ്രജനനം നടക്കുന്നുണ്ട്. അങ്ങനെ ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ കടലിലും കായലിലുമായിട്ട് ധാരാളം മത്സ്യങ്ങൾ ഈ കണ്ടൽ വഴിയാണ് ഇതിൻ്റെ ഒരു ഉൽപ്പാദനവും അതിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളിത് വെട്ടി നശിപ്പിക്കുന്നത് വഴി ഒന്നാമതായിട്ട് നമ്മൾ അപകടത്തിലാവുന്നത് നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ലഭ്യത കുറയുന്നു തന്നെയാണ്. രണ്ടാമത് ഇതിൽ ചെറുജീവികൾ തുടങ്ങി കടുവ വരെയുള്ള വലിയ
ജീവികളും ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ചെറിയ പുഴുക്കൾ തുടങ്ങി വലിയ കടുവകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മത്സ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ പറയുന്ന ചെറു ജീവികളുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പക്ഷികളെ കാണാൻ പറ്റും. നിരവധി പക്ഷികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ മനുഷ്യൻ്റെ ഒരു ആവാസം അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. അവർക്ക് മനുഷ്യന് മീൻ പിടിക്കാനും മറ്റു ജന്തുക്കൾക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ, കായ്കൾ, മറ്റു മരുന്നുകൾ, നിരവധി തടികളാണെങ്കിലും മെഴുകാണെങ്കിലും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ കണ്ടലിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് നശിപ്പിക്കുന്നത് വഴി നമുക്ക് അതിനെ കണ്ടെടുക്കാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും അത് തടയേണ്ടതാണ്. അത് ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആവാസ വ്യവസ്ഥക്ക് തന്നെ ഇത് കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആണ് ഞാനിതിലേക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഫുൾ ടൈമായിട്ട് ഈ കണ്ടൽ നട്ടുപിടിപ്പിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. കണ്ടൽ കൊണ്ടിട്ടുള്ള ഒരു ഗുണം ഇപ്പോൾ നമ്മൾ ഓസോൺ പാളികൾ ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് പിടിക്കുന്നത് വഴി അല്ലെങ്കിൽ മലിനീകരണം വഴി നമ്മുടെ വാഹനങ്ങളിൽ നിന്നും നമ്മുടെ മറ്റുപയോഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ചെന്നിട്ട് അതിൻ്റെ ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടാകുന്നു. ആഗോളതലത്തിൽ താപനവും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കണ്ടൽ പോലുള്ള ചെടികൾ മറ്റു ചെടികളെ അപേക്ഷിച്ചിട്ട് 10% കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്. അതെ, മനുഷ്യഗണത്തിന് വന്നു ചേരാനിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്ന സുനാമി, വെള്ളക്കയറ്റം, ആഗോളതാപനം പോലുള്ള പുതിയ വിപത്തുകൾക്ക് മറുപടിയാണ് TP മുരുകേശന്റെ ഈ പോരാട്ടം. പക്ഷേ പടപൊരുതാനുള്ള ആയുധമായി അദ്ദേഹം കയ്യിൽ കരുതിയത് ഉടവാളോ ഉറുമിയോ ഒന്നുമായിരുന്നില്ല. പകരം പ്രകൃതിയിലെ തന്നെ ഒരു ഫലമായിരുന്നു. 10% ബാക്കി നിൽക്കുക 90% നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളാണെങ്കിലും എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള സ്ഥലങ്ങളാണെങ്കിലും കേരളത്തിൽ മൊത്തത്തിലാണെങ്കിലും നമ്മളിത് നശീകരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വികസനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇത് അനാവശ്യമായിട്ട് കണ്ടൽ നശിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുന്നത് വഴി നമ്മളുടെ പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കാലം തെറ്റിയുള്ള മഴ, വലിയ പ്രളയം പോലത്തെ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അതുപോലുള്ള സമയം തെറ്റിയുള്ള എല്ലാവിധ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒന്നാമതായിട്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആഗോളതലത്തിലുള്ള താപനം ഇത് വലിയ പ്രശ്നമാകുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ പറയുന്ന നമ്മളുടെ വനങ്ങൾ നശിപ്പിക്കുന്നതോടുകൂടി തന്നെയാണ് ഈ വെള്ളത്തിന് ചൂട് പിടിക്കുന്നതും കാലാവസ്ഥ വ്യതിയാനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ലോകത്താകമാനം ഒരുപാട് രാജ്യങ്ങളിൽ 124ഓളം രാജ്യങ്ങളിൽ കണ്ടലിൻ്റെ ലഭ്യതയുണ്ട്, കടൽക്കാടുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സുന്ദർബൻ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഈ ചെടികളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യാപകമായിട്ട് നമ്മൾ നടുന്നുണ്ട് പല സ്ഥലത്തും. ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിൽ നട്ടിട്ടുണ്ട്. നട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അതത് പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പരിസരത്ത് ഉള്ള മറ്റു ആളുകളായാലും ഇത് നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് ഊരി നമ്മൾ പോകുന്നത് കണ്ടിട്ട് അത് ഊരി വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര വേദന നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും എനിക്ക് ദുരനുഭവം, പല സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പർമാർ തന്നെ വലിച്ചൂരി കളഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഗുണങ്ങൾ എന്തെന്നും ഏതെന്നും അറിയാതെ ഓരോ കണ്ടൽ കാടുകളും നാഗരികവത്കരണത്തിന്റെയും വികസനത്തിന്റെയും പേരിലും മറ്റുമൊക്കെ പിഴുതെടുക്കുന്നവർ ഒന്നോർക്കുക, നാം നേരിടാനിരിക്കുന്നത് ഒരു വലിയ പാരിസ്ഥിതിക വിപത്ത് തന്നെയായിരിക്കും. കല്ലൻ പൊക്കുടൻ സാറ് കണ്ടലിൻ്റെ പിതാവാണ് ശരിക്കും. അദ്ദേഹം ചെയ്തേക്കണം, കണ്ണൂർ ചെയ്തേക്കണ വർക്ക് ഞാൻ നേരിട്ട് പോയി കണ്ടു. ഇതുവരെ എനിക്ക് പോകാൻ പറ്റില്ല. ഈ വൈൽഡ് ലൈഫ് ട്രസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് എന്നെ വിളിക്കുന്നത് വഴി സാറിൻ്റെ മോനുണ്ടായിരുന്നു അവിടെ, ആനന്ദ സാറായിട്ട് കണ്ടു. പിന്നെ അവിടെ വേറെ നാരായണൻ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. പുള്ളിയും പ്രവൃത്തി ചെയ്യുന്ന എന്നെ പോലെ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ 3 പേര്
അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദരിച്ചു, ട്രസ്റ്റ് ആദരിച്ചു ഞങ്ങൾ. കൂടാതെ ഞാൻ അവരുടെ കണ്ടൽ പാർക്ക് ചുറ്റി സഞ്ചരിച്ച് കണ്ടു. കല്ലൻ പൊക്കുടൻ സാറിൻ്റെ സാർ ചെയ്തേക്കുന്ന വർക്കുകൾ കണ്ടു. അപ്പോഴാണ് ഞാൻ പറയില്ലേ, അതിഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. ഭയങ്കര സന്തോഷമാണ് ഈ വർഷം. കാരണം കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എനിക്ക് അത്ര 5000 ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അടുത്ത വർഷം നിൻ്റെ നല്ലൊരു ശതമാനം ചെടി ഇരട്ടി ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് 1 ലക്ഷം വേണമെങ്കിലും ചെയ്യാം, തയ്യാറാണ്. നമുക്ക് ഫുൾ ടൈം ഇത് ചെയ്യണം. അതായത് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നെക്കൊണ്ട് ഒറ്റക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവും എനിക്കുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്ന സംഘടനകളും സംവിധാനങ്ങളും സർക്കാരും ഒക്കെ നമ്മളെ കൂടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം നമുക്ക് ഏത് സമയത്തും എവിടെയും നമുക്ക് പോയി ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. മനുഷ്യന്റെ അതിജീവനത്തിന്റെ തായ്വേരുകൾ തേടിപ്പോകുമ്പോൾ ചരിത്രം നമുക്ക് പറഞ്ഞു തരിക മനുഷ്യനും പ്രകൃതിയുമായുള്ള പടപൊരുത്തലിന്റെ കഥകളായിരിക്കും. എന്നാൽ മനുഷ്യഗണത്തിന്റെ നിലനിൽപ്പിന് പ്രകൃതിയോട് മല്ലടിക്കുകയല്ല, മറിച്ച് അതിന് തണലാവുക, സംരക്ഷണമേകുക എന്നതാണ് ഏകമാർഗം എന്ന തിരിച്ചറിവ് TP മുരുകേശന്റെ ജീവിതം നമുക്ക് നൽകുന്നു. TP മുരുകേശൻ ഒരു അമാനുഷികനല്ല, എല്ലാ ജീവിത സൗകര്യങ്ങളും തികഞ്ഞ ഒരു വ്യക്തിയുമല്ല. ദിവസേന നമ്മുടെ കൺമുൻപിൽ കടന്നു പോകുന്ന ആയിരങ്ങളിൽ ഒരു മുഖം മാത്രം. പക്ഷേ ആ മുഖത്തെ നമ്മുടെ മനസ്സിൽ തന്നെ നിർത്തിയത് അദ്ദേഹത്തിന്റെ പ്രകൃതിയോടുള്ള കാഴ്ചപ്പാടുകളാണ്. അതിനെ സംരക്ഷിക്കാനായി അദ്ദേഹം എടുത്ത തീരുമാനങ്ങളാണ്. നമുക്ക് ഏവർക്കും എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ. നമുക്കും അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാക്കാം. ആ പാതകൾ പിന്തുടരാം. പ്രകൃതിയെ ചേർത്ത് പിടിക്കാം. അതിന് കാവലാകാം.